RSSുമായി യോജിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് CPM നേതാവ് MV ഗോവിന്ദൻ മാഷ് തുറന്നു പറഞ്ഞതാണല്ലോ പുതിയ ചർച്ച. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഇത് അദ്ദേഹം അബദ്ധത്തിൽ പറഞ്ഞതല്ലെന്ന് ഏതൊരാൾക്കും ചിന്തിച്ചാൽ ബോധ്യമാകും. രാജ്യത്ത് ഒരളവോളം യാഥാർത്ഥ്യമായി കഴിഞ്ഞ RSSന്റെ ഹിന്ദുത്വ രാഷ്ട്രത്തെക്കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ഒരിക്കലും യാഥാർത്ഥ്യമാകാനിടയില്ലാത്ത ഇസ്ലാമിക രാഷ്ട്രസങ്കല്പത്തിന്റെ പേരിൽ നിലമ്പൂരിൽ എന്തുകൊണ്ട് ജമാഅത്തിനെയും ഇസ്ലാമിനെയും വിമർശിക്കുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നതിനിടെയാണ് MV ഗോവിന്ദന്റെ പുതിയ പ്രസ്താവന. നിലമ്പൂരിൽ സർക്കാരിന്റെ വികസന നേട്ടങ്ങളോ LDFന്റെ രാഷ്ട്രീയമോ പറയാതെ ഇസ്ലാം ഭീതി പടർത്താൻ ശ്രമിച്ചത് എന്തിനെന്ന് കൂടുതൽ വ്യക്തമാക്കിയിരിക്കുകയാണ് അദ്ദേഹം. ജമാഅത്തിനെ മുൻനിർത്തി നടത്തുന്ന ഇസ്ലാമോഫോബിക് പ്രചാരണത്തിലൂടെ നിലമ്പൂരിൽ നേട്ടം കൊയ്യാനായില്ലെങ്കിലും ഭാവിയിൽ അത് മുതൽക്കൂട്ടാകുമെന്ന് മുൻ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പാർട്ടി സെക്രട്ടറിക്ക് ബോധ്യമുണ്ട്. ഇത്തവണ കാണപ്പെട്ട ഒരു വ്യത്യാസം CPMന്റെ ജമാഅത്ത് വിമർശനം തട്ടിപ്പാണെന്നും അത് സ്വന്തം ഭരണവൈകല്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അണികൾ BJPയിലേക്ക് പോകാതിരിക്കാനാണ് എന്നും പൊതുവെ തിരിച്ചറിയപ്പെട്ടു എന്നതാണ്. അതുകൊണ്ടാണല്ലോ പിണറായിയെയും CPMനെയും പൊതുവെ പിന്തുണച്ചു പോരുന്ന കാന്തപുരം വിഭാഗം സുന്നികൾ പോലും വേണ്ട ഗോവിന്ദ എന്ന് പറഞ്ഞു തുടങ്ങിയത്. RSSുമായി യോജിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞതിൽ നന്ദിയുണ്ടെന്നാണ് UDF കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചത്. നിലമ്പൂരിൽ CPM BJP ധാരണയുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി എങ്ങനെ വിജയിച്ചുവെന്ന കാര്യം ആലോചിക്കണമെന്നും അടൂർ പ്രകാശ് ആവശ്യപ്പെടുന്നു. തൃശൂരിൽ ചെയ്ത സഹായത്തിന് നിലമ്പൂരിൽ CPMന് പ്രതിഫലം ലഭിക്കും. കള്ളവോട്ടുകൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ശാസ്ത്രീയമായി പഠിക്കുന്ന പാർട്ടിയാണ് CPM എന്നും കള്ളവോട്ടുകൾ ഉണ്ടാക്കിയെന്ന് G സുധാകരൻ പറഞ്ഞതിനെ പാർട്ടി സെക്രട്ടറി ന്യായീകരിച്ചിട്ടുണ്ടെന്നും അടൂർ പ്രകാശ് പറയുന്നു. താൻ മത്സരിക്കുന്ന കാലത്തും ഇത്തരം അനുഭവമുണ്ടെന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു അദ്ദേഹം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് MV ഗോവിന്ദൻ പഴയ കൂട്ടുകെട്ടിനെ കുറിച്ച് നടത്തിയ പ്രസ്താവന ബുദ്ധിപൂർവകമായ നീക്കമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു. CPM ബുദ്ധിപൂർവ്വം സെക്രട്ടറിയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ നല്ല ഉപമ കൂടി സതീശൻ പറഞ്ഞു. പണ്ട് നമ്മൾ കൂട്ടായിരുന്നുവെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണിതെന്നും ഒരു പ്രണയിനിയുടെ പ്രണയാർത്ഥമായ അപേക്ഷ പോലെയാണിതെന്നും സതീശൻ പറഞ്ഞു. BJPയുടെയും RSSന്റെയും സഹായത്തിനു വേണ്ടിയുള്ള തന്ത്രപ്രധാനമായ നീക്കവും ഓർമ്മപ്പെടുത്തലുമാണ് ഇതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. CPM എല്ലാ വീടുകളിലും പോയി പച്ചക്ക് വർഗീയത പറയുന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ തയ്യാറാകായിരുന്ന BJP പേരിന് ഒരാളെ പിന്നീട് നിർത്തുകയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായം മുൻ തെരഞ്ഞെടുപ്പുകളിൽ CPM സ്വീകരിച്ചിട്ടുണ്ട്. ഗോവിന്ദന്റെ പ്രസ്താവന RSS വോട്ട് നേടാനുള്ള തന്ത്രമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 69 സീറ്റിൽ